പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ കർത്താവെ, എൻ്റെ കർത്താവെ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് സമ്പൂർണ്ണമായിട്ടും തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച തോമാശ്ലീഹായെ പോലെ ഞാനും ഏറ്റുപറയുന്നു. ഞാൻ വിശ്വസിക്കുന്നു. കാണാതെ വിശ്വസിക്കുന്നതിന് ഭാഗ്യവാന്മാർ എന്നങ്ങ് പറഞ്ഞപ്പോഴും പലപ്പോഴും ജീവിതാനുഭവത്തിലൂടെ ഞാൻ അങ്ങേ കണ്ടെത്തിയ അവസരങ്ങളെ ഓർത്ത് അങ്ങേ മഹത്വപ്പെടുത്തും. കാരുണ്യവാനായ കർത്താവെ, തോമാശ്ലീഹായോട് അങ്ങ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ആ കൈവിരൽ കൊണ്ടുവരിക, നിന്റെ കൈകൊണ്ടുവന്ന എൻ്റെ വിലാവിൽ വെച്ചുകൊള്ളുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തീഷ്ണതയോടുകൂടി ദൈവസ്നേഹത്തെക്കുറിച്ച് ഈശോയെ അനുഭവിച്ചറിഞ്ഞ പത്രോസിൻ്റെ വേദനയ്ക്കൊരു ഉത്തരമാണ് നീ നൽകിയത്. ലാസറിൻ്റെ മരണത്തോടൊപ്പം ജനങ്ങൾ അങ്ങയെ കല്ലെറിയുവാൻ ആഗ്രഹിക്കുന്നു. ഇനിയും അവിടെ പോകേണ്ടതുണ്ടോ എന്ന ശിഷ്യന്മാരുടെ സംശയത്തിന് മുമ്പിൽ നമുക്കും അവനോടുകൂടെ പോയി മരിക്കാമെന്ന് ധൈര്യത്തോട് പറഞ്ഞ ഒരു അപ്പോസ്തലൻ. അതുമാത്രമല്ല, തോമസിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ഈ ലോകം വിട്ടു പോകുവാൻ സമയമായി, നിങ്ങൾക്കായി ഒരു വാസസ്ഥലമൊരുക്കുക. ഞാൻ പോകുന്നിടത്തേക്ക് വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. പക്ഷെ വഴി നിങ്ങൾക്കറിയാം. തോമസിൻ്റെ സംശയം, വഴി ഏതാണ്? വഴി ഞങ്ങൾക്കറിയില്ലല്ലോ. തോമസെ, വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് പറഞ്ഞ് തോമസ് സമ്പൂർണമായിട്ടും ഈശോയെ വഴിയായി കണ്ടെത്തി, സത്യമായി കണ്ടെത്തി, ജീവനായി കണ്ടെത്തി. കടലുകൾ താണ്ടി ഈ കൊച്ചു കേരളത്തിലേക്ക് എത്തിയപ്പോഴും ജീവൻ സമർപ്പിച്ചപ്പോഴും കർത്താവെ ഓർക്കുന്നു, ഈ വഴിയും സത്യവും ജീവനുമായ അങ്ങേ സമ്പൂർണമായി പുൽകിയ ഒരു അപ്പോസ്തലനാണ്. ഇന്ന് കർത്താവെ, ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും അനുഭവിച്ച ഞങ്ങൾ ഓരോരുത്തരും തോമാശ്ലീഹായെ പോലെ വഴിയും സത്യവും ജീവനും ആയ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കും. അങ്ങ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, ഞാൻ വഴിയാണ്, സത്യമാണ്, ജീവൻ. ആ വഴിയിലൂടെ നടക്കുക, ആ വഴി ജീവൻ്റെ വഴിയാണെന്ന് തിരിച്ചറിയുവാൻ, സത്യത്തിൻ്റെ വഴിയാണെന്നറിയുക. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, കർത്താവെ, സർവ്വതുമുച്ഛിഷ്ടമായി കരുതിയിട്ട് അങ്ങയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് അങ്ങയുടെ വഴിയിലൂടെ കടന്നു വരുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. ഈ ദിവസം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇതിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. യൂതന്മാരുടെ രാജാവായ നസ്രേക്കാരൻ യേശുവെ, പെട്ടെന്നുള്ള മരണത്താപാടം ഞങ്ങളെ കാത്തുകൊള്ളണം. പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന് ഒക്കെ സംരക്ഷണം ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിന് നൽകണം. ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഇങ്ങനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു.